ഹായ് ഗൈസ്, വെൽക്കം ടു ഡ്രാമ ടെയിൽ. ഇപ്പൊ കറന്റ്ലി ട്രെൻഡിങ് ആയ ഒരു കൊറിയൻ റൊമാൻറ്റിക് ഡ്രാമയാണ് പെർഫെക്റ്റ് ക്രൗൺ. കഥ നടക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണെങ്കിലും കൊറിയയിൽ ഇപ്പോൾ രാജഭരണമാണുള്ളത്. രാജകുടുംബത്തിലുള്ളവരും അവിടുത്തെ നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളാണിത്. വർഷം 2009. അവരുടെ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. റിസൾട്ട് നോക്കാൻ വരുന്ന ഈ പയ്യന്റെ പേരാണ് മിൻസിയോ. ഓ, ഇപ്രാവശ്യവും ഫസ്റ്റ് പ്രൈസ് ഈ പെണ്ണിനാണോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ നായിക വരുന്നത്. നമ്മുടെ നായികന്റെ പേര് ഹിജു എന്നാണ്. ഇപ്രാവശ്യവും നീ തോറ്റുപോയല്ലേ എന്ന് ഹ്യൂജു ചോദിക്കുമ്പോൾ ഇത്രയ്ക്ക് നിസ്സാരമായ കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കുന്നത് വിഡ്ഢികളാണ് എന്നൊക്കെ മിൻസിയൊക്കെ പറഞ്ഞത് കേട്ട്, ഇത് നിനക്ക് അത്രയ്ക്ക് പാടുള്ളതാണോ? എനിക്ക് ഈ എക്സാം ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതേ ഇല്ല. തോറ്റു കഴിഞ്ഞാൽ തോൽവി സമ്മതിക്കണം, അല്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ നായിക പറഞ്ഞത് കേട്ട്, നീയോ അവർ സംസാരിക്കണ്ട, നീ രാജകുടുംബത്തിലൊന്നും അല്ലല്ലോ എന്നൊക്കെ മിൻസിയൊക്കെ പറയുന്നു. അതിനുള്ള മറുപടിയും കൊടുത്ത് ഹ്യൂജു അവിടുന്ന് പോകുന്നു. അവൾക്ക് ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് അവൾ ഓഫീസിലേക്കൊക്കെ വിളിപ്പിച്ച് അവളുടെ പേരൊക്കെ ചോദിച്ചുകൊണ്ട്, ഈ സ്കൂൾ നിർമ്മിച്ചത് എന്ത് ലക്ഷ്യത്തിലാണെന്ന് നിനക്കറിയുമോ? എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി. എല്ലാവർക്കും ഈക്വാലിറ്റി ഒക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ രാജാക്കന്മാരുടെ മക്കൾക്ക് അഡ്മിഷൻ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതിൽ ഒരു പരിധിയുണ്ട്. എന്നിട്ട് അവൾക്ക് പണ്ടത്തെ ഒരു ക്ലോക്ക് കൊടുത്തുകൊണ്ട് ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു. അവള് അവിടെ ഒരു കിങ്ങിന്റെ ഫോട്ടോ നോക്കുന്നു. അദ്ദേഹം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മകനൊക്കെ ആയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് നല്ല ബുദ്ധിയായിരുന്നു എന്നും പറഞ്ഞ് ആ ക്ലോക്ക് അവൾക്ക് കൊടുക്കുന്നു. അവരുടെ സംസാരമൊന്നും ഇഷ്ടപ്പെടാത്ത അവള് പോകുന്ന വഴിക്ക് അത് അവിടെയുള്ള ഒരു ഫൗണ്ടൈന്റെ മുകളിൽ വെച്ച് പോകുന്നു. ഇനി പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഹ്യൂജു കാസ്റ്റിൽ ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ സിഇഒ ആണ്. അവരങ്ങനെ ഒരു മീറ്റിംഗ് കൂടുകയാണ്. അവളുടെ കമ്പനി ഇപ്പോൾ ഒരു വലിയ ലോസിലാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ജയിക്കണം. എന്ത് ചീപ്പ് ടാക്ടിക് എടുത്താലും സോഷ്യൽ മീഡിയയിൽ എനിക്ക് പേര് കിട്ടണം. അവരുടെ ഓപ്പോസിറ്റ് കമ്പനിയുടെ സിഇഒനെ കുറിച്ച് അറിയാൻ പറ്റുന്നതൊക്കെ അറിയാൻ ഒക്കെ അവൾ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവളുടെ സെക്രട്ടറി വരുന്നത്. നമുക്ക് പോകാൻ സമയമായി എന്ന്. ഇന്ന് അവിടുത്തെ കിങ്ങിന്റെ ബർത്ത്ഡേ ആണ്. അതിനുവേണ്ടി പോവുകയാണ് ഹീജു. നിങ്ങൾ എന്നെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതണം. സക്സസറായ കാസ്റ്റിൽ ഗ്രൂപ്പിലെ സിഇഒയെ രാജാവിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ക്ഷണിച്ചു. ഈ ടൈറ്റിൽ കൊടുത്താൽ പെട്ടെന്ന് ക്ലിക്ക് ആയിക്കോളും. അവളുടെ കോസ്റ്റ്യൂമിനെ കുറിച്ചും ബാഗിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ആർട്ടിക്കിൾ എഴുതാനൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോവുകയാണ്. പോകുന്ന വഴി അവളുടെ സെക്രട്ടറി ചോദിക്കുന്നു, നീ എപ്പോഴും സക്സസർ ആയത്? പിന്നെന്തിനാ അവരോട് അങ്ങനെ എഴുതാൻ പറഞ്ഞത് എന്നൊക്കെ. ഇത് കേട്ട് ഹീജു, സക്സസ് ആയിട്ടാണോ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്? ഇതിനാണ് PR വർക്ക് എന്ന് പറയുക എന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനി നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് കുളിക്കുകയാണ് ഹീറോ. ലേറ്റ് ആയത് കാരണം അവന്റെ സെർവൻസ് അവനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവന്റെ വലങ്കൈയായ ഹെയോൻ അങ്ങോട്ട് വരുന്നത്. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറുന്നു. രാജാവിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചോ? നമുക്ക് പോകാൻ ലേറ്റ് ആകുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇത്രയ്ക്ക് തിരക്ക് കൂട്ടുന്നത് എന്തിനാ? എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറയുമ്പോൾ, ഉറക്കമൊക്കെ പിന്നെ ഒരു ദിവസം ആക്കാം, ഇപ്പൊ നമുക്ക് ലേറ്റ് ആകുന്നു എന്നൊക്കെ സെക്രട്ടറി പറയുന്നു. ഇനി ഇവിടെ ഫംഗ്ഷന് വേണ്ടി എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഫുൾ മീഡിയാസും ഉണ്ട്. അവിടേക്ക് ഒരു റെഡ് കാർ വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആ കാറിലാകുന്നു. ആ കാറിൽ നിന്ന് ഹീജു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുന്നു. അവളെ കണ്ടതും എല്ലാ മീഡിയാസിന്റെയും അറ്റൻഷൻ അവളിൽ തന്നെയായി. അവരുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് കുറവായതുകൊണ്ട് എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് അവൾ മനഃപൂർവ്വം ആ റെഡ് ഡ്രസ്സ് ഇട്ട് വന്നത്. അങ്ങനെ മീഡിയാസ് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം അവൾ ഉള്ളോട്ട് പോകുന്നു. അവള് മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ അവളുടെ കമ്പനി PR വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹ്യൂജു ഇട്ട് എല്ലാം നമുക്ക് സെയിൽ ചെയ്യണം. സോങ് ഹ്യൂജുവിന്റെ സ്യൂട്ട്, സോങ് ഹ്യൂജുവിന്റെ ബാഗ്, സോങ് ഹ്യൂജുവിന്റെ ഷൂസ് എന്നും പറഞ്ഞ് അവർ ആർട്ടിക്കിൾ ചെയ്തുകൊണ്ടേ നിൽക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഹീജുവിന്റെ റെഡ് ഡ്രസ്സിൽ ഇംപ്രസ്ഡ് ആയിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ബാഗും ഡ്രസ്സും ഷൂസും എല്ലാം സോൾഡ് ഔട്ട് ആയി. ഇപ്പൊ ഹീജു മനസ്സിൽ പറയുകയാണ്, കാസ്റ്റിൽ ഗ്രൂപ്പിന്റെ സക്സസറായ ഹീജുവിനെ രാജാവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ക്ഷണിച്ചിരിക്കുന്നു. അവൾ അങ്ങനെ അവിടെ നിന്ന് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ അവളുടെ പുറകിലുള്ള 3 പേർ അവളെ കുറിച്ച് പറയുകയാണ്. കാസ്റ്റിൽ ഗ്രൂപ്പിന്റെ 2ാമത്തെ മകളല്ലേ അത് എന്നൊരാൾ ചോദിക്കുമ്പോൾ, 2ാമത്തെ മകളോ? അങ്ങനെ ഒരു കുട്ടിയുള്ളത് 10 വയസ്സിന് ശേഷമല്ല അവരെ അറിഞ്ഞത് തന്നെ. അതുവരെ അവളുടെ ജോലിക്കാരിയല്ല അവളെ വളർത്തിയത്. അവളുടെ അച്ഛന് വിവാഹം കഴിക്കാത്തുണ്ടായ കുട്ടിയാണ് അവൾ. ഒരു ബഹുമാനമോ അന്തസ്സോ ഒന്നും അവൾക്കില്ല എന്നൊക്കെ അവർ പറയുന്നു. ഇത് കേട്ട് ഹീജു അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് അവിടെ വെച്ച് പൊട്ടിച്ച് അവരുടെ നേരെ നോക്കി അവരോട് ചിരിക്കുന്നു. ഇവളുടെ ഈ ആക്ഷൻ കണ്ട് പേടിച്ച് അവരവിടെ നിന്ന് പോകുന്നു. അവൾ അങ്ങനെ നടന്നു പോകുമ്പോൾ അവളുടെ ചേട്ടൻ അവിടേക്ക് വരുന്നു. അവിടുന്ന് അവൾ പോകാൻ നോക്കുമ്പോൾ, നിന്റെ ചേട്ടനോട് കുറച്ച് റെസ്പെക്ട് ഒക്കെ കാണിക്കേ, വെറുതെ ഇല്ല നിനക്ക് സംസ്കാരമില്ല എന്ന് എല്ലാവരും പറയുന്നത്. ബിസിനസ്സിലെങ്കിലും നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ നിന്റെ മാർക്കറ്റിംഗ് കുറഞ്ഞെന്ന് ഞാൻ കേട്ടല്ലോ. ഇത് കേട്ട് ഹീറോയിൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ പോലെ ഓഫർ കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക, ആഡ് ക്യാമ്പയിൻ ചെയ്യുക, ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ലാസ്റ്റ് സർവേയിൽ എന്റെ ബ്രാൻഡ് ആയിരുന്നു പ്രിഫറൻസ് ലിസ്റ്റിൽ ടോപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ നിന്നെപ്പോലെ വില പേശാറില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ട് നിന്റെ ഒറിജിനെ കുറിച്ച് കവർ ചെയ്യാൻ നീ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
പക്ഷെ നിനക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്ക്. നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ നിന്റെ സിബ്ലിംഗ് അല്ലേ എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീജുന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്താണ് അവിടെയുള്ള എല്ലാവരെയും ഫംഗ്ഷന് വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആ ഹാളിൽ റെഡി ആയിരിക്കുകയാണ്. ഈ ചെറിയ കുട്ടിയാണ് അവിടുത്തെ കിങ്. ഇത് അവന്റെ അമ്മയാണ് അവിടുത്തെ ക്യൂൻ. കുറെ നേരമായിട്ടും ഫംഗ്ഷൻ തുടങ്ങാത്തത് കണ്ട് ഹീജുവിന്റെ ബ്രദർ ചോദിക്കുന്നു, ഇതെന്താ ഇതുവരെ തുടങ്ങാത്തത് എന്ന്. അപ്പോൾ അവൾ അവനോട് പറയുന്നു, ഗ്രാൻഡ് പ്രിൻസ് ഇയാൻ ഇതുവരെ വന്നിട്ടില്ല എന്ന്. അവിടെയുള്ള എല്ലാവരും പ്രിൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിൻസ് ഹീറോ അങ്ങോട്ട് എൻട്രി ചെയ്യുന്നു. ഹീറോ വരുന്നത് ഹണ്ടിങ്ങിന്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും. തന്റെ അങ്കിളിനെ കണ്ട സന്തോഷത്തിലാണ് നമ്മുടെ കിങ്. അവന്റെ ഡ്രസ്സിങ് കണ്ടിരിക്കുകയും ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത്? ഹണ്ടിങ് സീസൺ കഴിഞ്ഞത് നിനക്ക് അറിയില്ല എന്നൊക്കെ. ഇത് കേട്ട്, ഈ ഡ്രസ്സ് കുറച്ചു കാലം മുൻപ് എനിക്ക് രാജാവ് തന്നതാണ് എന്ന് വെച്ചാൽ ആ കുട്ടി. ഇത് സിൽക്ക് കൊണ്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് എന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് എന്നെ ചീത്ത പറയാം, പക്ഷെ ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നും പറഞ്ഞ് അവൻ അവിടെ ചെയറിലിരിക്കുന്നു. ഈ ക്യൂൻ പ്രിൻസിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. അവർ തമ്മിൽ അത്രയ്ക്ക് നല്ല ബന്ധത്തിലല്ല. കിങ്ങിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടുത്തെ ആളുകളെല്ലാം അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പല പല പ്രോഗ്രാംസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അവിടെ ആ ദിവസം പബ്ലിക് ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അവൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് മിൻ വരുന്നത്. മിൻ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. എല്ലാവരും മിന്നിനെ കണ്ട് ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ കണ്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ ഡ്രസ്സിങ് കണ്ട് അവൾ കുറെ കളിയാക്കുന്നു. ഞാൻ നോർമൽ ഡ്രസ്സ് ഇട്ട് വന്നാൽ ഇവരെന്റെ തല വെട്ടും എന്നൊക്കെ അവൻ പറയുന്നു. നീ നേരത്തെ എവിടെയായിരുന്നു? ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു, നീ ഫ്രണ്ടിലായിരിക്കും അല്ലേ? ഫ്രണ്ടിലിരുന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അവൾ ചോദിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ നല്ല ബോറിംഗ് ആയിരുന്നു, ഞാൻ ഉറങ്ങി വീഴാൻ വരെ പോയി. നീ എന്താ കൊട്ടാരത്തിലേക്ക് വരാൻ റെഡ് ഡ്രസ്സ് ഇട്ടത്? നീ മനഃപൂർവ്വം ഇട്ടതാണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ, ഇതിനെന്താ കുഴപ്പം? ഞാൻ നിയമം തിരിച്ചിട്ടൊന്നുമില്ലല്ലോ, നീ ഒന്ന് ശ്രദ്ധിച്ചേക്ക്, കോൺട്രവേഴ്സി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് അവൻ പറയുമ്പോൾ, കോൺട്രവേഴ്സി ഉണ്ടാവുകയാണെങ്കിൽ എന്താ പ്രശ്നം? സോങ് ഹീജു എന്ന എന്നെ എല്ലാവരും അറിയും. ഞാൻ കാസ്റ്റൽ ഗ്രൂപ്പിന്റെ CEO ആണ്, അതുകൂടാതെ അവിഹിത സന്തതിയുമാണ് എന്ന് അവൾ പറയുമ്പോൾ, അങ്ങനെയൊന്നും പറയല്ലേ എന്ന മട്ടിൽ മിന്ന അവളെ നോക്കുന്നു. ആ സമയം പ്രിൻസിന്റെ സെക്രട്ടറി വന്ന് മിന്നിനെ എന്തോ ആവശ്യത്തിന് വിളിച്ചു പോകുന്നു. മിന്ന് പ്രിൻസിന്റെ അടുത്തിട്ട് പറയുകയാണ്, ഞാൻ എത്ര വർഷം പറഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് പോകരുത് എന്ന്. ഇത് കേട്ട് പ്രിൻസ് ആണെങ്കിൽ, എന്നെ ആരെങ്കിലും കൊല്ലും എന്ന പേടിയാണ് നിനക്ക് എന്ന് ചോദിക്കുന്നു. നീ എന്താ ഇതുവരെ വിവാഹം കഴിക്കാത്തത് എന്ന് പ്രിൻസ് ചോദിക്കുമ്പോൾ, പെട്ടെന്ന് എന്താ ഈ വിവാഹ കാര്യമൊക്കെ എടുത്തിടുന്നത്? ഇന്ന് ഫംഗ്ഷൻ വന്ന പകുതി പേര് നിന്നെയാണ് നോക്കിയത്, പകുതിയിൽ കൂടുതൽ പേർ എന്നെ നോക്കി എന്ന് പ്രിൻസ് പറഞ്ഞത് കേട്ട്, ഓ, എന്റെ കല്യാണം നടത്തിയിട്ട് ഒറ്റയ്ക്ക് സ്റ്റാർ ആവാനാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, നേരെ തിരിച്ചാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പ്രിൻസ് പറയുന്നു. ഇത് കേട്ട് ഷോക്കായി മിൻ നോക്കുമ്പോൾ, എന്റെ സിസ്റ്ററിനിലോ എന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് നന്നായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പാലസ് വിട്ട് പോകേണ്ടി വരും. രാജാവിന് 8 വയസ്സായതുകൊണ്ട് എന്റെ ഡ്യൂട്ടീസ് ഒക്കെ നിന്റെ തലയിലാകും. ചാരിറ്റി ഇവന്റ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, കൾച്ചറൽ പ്രോഗ്രാം, മിലിറ്ററി പ്രോഗ്രാം എല്ലാം നീ ഹാൻഡിൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പ്രിൻസ് പറയുമ്പോൾ, ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് മീൻ പറയുന്നു. ഓൾറെഡി നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ അത്രയ്ക്ക് ആളുകളില്ല, അതിന്റെ കൂടെ പ്രിൻസ് കൂടി ഇവിടുന്ന് പോയാൽ ആകെ പെടും എന്നൊക്കെ മീൻ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് നിനക്കറിയില്ലേ? റോയൽ വെഡിങ് നടക്കണമെങ്കിൽ റോയൽ ഫാമിലിയുടെ എല്ലാ അംഗങ്ങളുടെയും പെർമിഷൻ വേണം. ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാനാണ് നമ്മുടെ ഹീറോ മിന്നിനോട് പറയുന്നത്. അതും പറഞ്ഞ് പ്രിൻസ് പോയതിനു ശേഷം മിൻ ഒറ്റയ്ക്ക് പറയുന്നു, ഇതങ്ങാതെ പറഞ്ഞ പോയിരുന്നു, വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിച്ചു. ഫോണിൽ സിഗ്നൽ കിട്ടാതെ ഹീജു കൊട്ടാരത്തിലൂടെ നടക്കുമ്പോഴാണ് അവിടേക്ക് പ്രിൻസ് വരുന്നത്. നിന്റെ പേരെന്താ, നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് പ്രിൻസ് ചോദിക്കുമ്പോൾ, അവള് പേര് പറഞ്ഞ് അവൾക്ക് വഴി തെറ്റിപ്പോയതാണെന്ന് പറയുന്നു. അവളോട് അഫിലിയേഷൻ കാണിക്കാൻ പറയുമ്പോൾ, ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് മെമ്പർ അല്ല എന്ന് അവൾ പറയുന്നു. പിന്നെ എങ്ങനെ നിനക്ക് ഇങ്ങോട്ട് വരാൻ പെർമിഷൻ കിട്ടി? പബ്ലിക്കിന് ഈ ഏരിയ ഓപ്പൺ ആക്കി കൊടുക്കാറില്ലല്ലോ എന്നൊക്കെ പ്രിൻസ് പറയുന്നു. സാരമില്ല, ഞാൻ 3 പേരെ എണ്ണും, അതിനു മുമ്പ് നീ ഇവിടുന്ന് പോയിരിക്കണം. എന്റെ ജൂനിയർക്ക് വേണ്ടി ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ 2 വരെ കൗണ്ട് ചെയ്ത് 3 കൗണ്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു വലിയ സൗണ്ട് അവിടെ കേൾക്കുന്നു. അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് അവൻ അവിടെ പോയി നോക്കുമ്പോൾ അവിടെയെല്ലാം തീ പിടിച്ചിരുന്നു. 3 വർഷം മുമ്പ് ഇതേപോലെ ഒരു തീപിടുത്തത്തിലാണ് അവന്റെ ബ്രദറായ പഴയ കിങ് മരിച്ചുപോയത്. പെട്ടെന്ന് ഇത് കണ്ട് അത് ഓർത്തുകൊണ്ട് ട്രോമയിൽ നിൽക്കുന്ന പ്രിൻസിന്റെ അടുത്തേക്ക് മിൻ വന്നിട്ട്, നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നു. കിങ് എവിടെ എന്ന് പ്രിൻസ് ചോദിക്കുമ്പോഴാണ് ക്യൂൻ അവിടേക്ക് വന്നിട്ട് പ്രിൻസിന്റെ മുഖത്തടിക്കുന്നത്. ഒരു കിങ്ങിനെ കൊന്നിട്ട് നിനക്ക് മതിയായില്ലേ എന്ന് ക്യൂൻ പറയുമ്പോഴാണ് ആ കൊച്ചുകുട്ടി അവിടുത്തെ രാജാവ് അവിടേക്ക് വന്നിട്ട് അമ്മയെ വിളിക്കുന്നത്. അങ്ങനെ ആ ക്യൂൻ കിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. ക്യൂൻ അടിച്ചത് അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മീഡിയാസിനൊക്കെ കൺട്രോൾ ചെയ്യണമെന്നും ഈ ഫയർ ഇൻസിഡന്റ് ഒന്നും മീഡിയാസ് അറിയരുത് എന്നൊക്കെ അവർ പറയുന്നു. ഹീജു പുറത്തേക്ക് വരുന്നത് കാണുന്ന അവളുടെ സെക്രട്ടറി ചോദിക്കുന്നു, നീ എന്ത് പെട്ടെന്ന് പുറത്തേക്ക് വന്നത്? ഇനി അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നീ അവിടുന്ന് ഇറങ്ങി വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതുകൊണ്ടാണെന്ന് പറയുന്നത് കേട്ട്, നീയാണോ ആ ആക്സിഡന്റ് ഉണ്ടാക്കി എന്നൊക്കെ എന്തോ ചോദിക്കുമ്പോൾ, ഞാനല്ല, അവിടെ ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടായി എന്ന് ഹീജു പറയുന്നു. ഫയർ ഇൻസിഡന്റോ?
പ്രിൻസിന് എന്തെങ്കിലും പറ്റിയോ എന്തോ ചോദിക്കുന്നത് കേട്ട് ഓഹോ നീ പ്രിൻസിയാന്റെ ഫാൻ ആണോ എന്ന് ഹീജു ചോദിക്കുന്നു. അവരങ്ങനെ കാറിൽ തിരിച്ചു വരുമ്പോ ദോ ചോദിക്കുന്നു, നീയും പ്രിൻസും ഒരു കോളേജിലല്ലേ പഠിച്ചിരുന്നത്? അവിടെ വെച്ച് നിന്നെ അവൻ ബുള്ളി ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ കണ്ടിട്ട് ബുള്ളി ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നത് കേട്ട് പിന്നെന്താ നിനക്ക് അവനോട് ഇത്രയ്ക്ക് ദേഷ്യം എന്ന് ദോ ചോദിക്കുന്നു. അങ്ങനെ അവരുടെ പാസ്റ്റ് കാണിക്കുന്നു. ആർച്ചറി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ കീ ഒക്കെ മോഷ്ടിച്ച് അവൾ രാത്രി ആരും അറിയാതെ അവിടേക്ക് കയറി വരുന്നു. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവളുടെ ഏരോ ഒന്നും സെന്ററിൽ എത്തുന്നില്ല. പെട്ടെന്നാണ് അവിടെയൊക്കെ ലൈറ്റ് വരുന്നത്. പ്രിൻസ് അങ്ങോട്ട് വരുന്നത് കണ്ട് അവൾ ഓടി പോകുമ്പോൾ തെറ്റ് ചെയ്താൽ പണിഷ്മെന്റ് വാങ്ങണം, അല്ലാതെ ഓടി പോവുകയല്ല എന്ന് പ്രിൻസ് പറയുന്നത് കേട്ട് അവൾ അവിടെ നിൽക്കുന്നു. നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഹ്യൂജു എന്ന് പേര് പറയും. നിന്റെ അഫിലിയേഷൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ബിസിനസ്മാന്റെ മകളാണ്, 9th ഗ്രേഡിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിനക്ക് പെർമിഷൻ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നീ ഇവിടെ എത്തി? 10th ഗ്രേഡിന് താഴെയുള്ള ആർക്കും ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പെർമിഷൻ ഇല്ലല്ലോ, നിങ്ങളുടെ ഡോർമെട്രി 11 മണിക്ക് ക്ലോസ് ചെയ്യുമല്ലോ, പിന്നെ എങ്ങനെ നീ ഇവിടെ എത്തി എന്നൊക്കെ പ്രിൻസ് ചോദിക്കുന്നു. റൂൾസ് തെറ്റിച്ചതുകൊണ്ട് നിനക്ക് 20 പോയിന്റ്സ് കുറയ്ക്കും എന്നൊക്കെ പ്രിൻസ് പറയുമ്പോൾ നീയും ഇവിടെ എത്തിയിട്ടില്ലേ, നിന്റെ പോയിന്റ്സും കുറയ്ക്കുമോ എന്ന് അവൾ ചോദിക്കുന്നത് കേട്ട് ഞാൻ ഇവിടെ പെർമിഷനോടെ വന്നത് എന്ന് പറഞ്ഞ് അവൻ പെർമിഷൻ ലെറ്റർ കാണിക്കുന്നു. ആ പെർമിഷൻ ലെറ്റർ നോക്കിക്കൊണ്ട് നിനക്ക് എങ്ങനെ ഇവിടെ പെർമിഷൻ കിട്ടി? ഇവിടെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് സമ്മതിക്കാറില്ലല്ലോ. ഞാൻ ഈ താക്കോല് മിൻസ്യൂക്കിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഇവിടെ ആർക്കും ഇൻഡിവിജ്വൽ ട്രെയിനിങ് സമ്മതിക്കാറില്ല. പക്ഷെ നിങ്ങൾ റോയൽ ഫാമിലിക്ക് മാത്രമേ ഇത് സമ്മതിക്കൂ. ഞങ്ങൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം. ഈ നിയമം വെച്ച് എന്നെ പഠിപ്പിക്കാൻ നീ വരണ്ട. ഫെയർ ആയി കളിച്ച് തോൽക്കുന്നതിനേക്കാൾ ഡേർട്ടി ആയി കളിച്ച് ജയിക്കാനാണ് എനിക്കിഷ്ടം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. പോയ അവൾ തിരിച്ചു വന്ന് പ്രിൻസ് ആണല്ലോ, അങ്ങനെ അവന്റെ മുമ്പിൽ ബോ ചെയ്ത് വീണ്ടും തിരിച്ചു പോകുന്നു. ഇതൊക്കെ പുച്ഛഭാവത്തിൽ ഓർക്കുകയാണ് ഹീജു. കഴിഞ്ഞ ദിവസം ഇയാൻ അടിച്ചതിന്റെ പേരിൽ സോറി ചോദിക്കാൻ വന്നിരിക്കുകയാണ് ക്യൂൻ അങ്ങനെ പറയുമ്പോൾ പേടിക്കണ്ട, ഞാൻ PM-നോട് പറഞ്ഞോളാം, നിങ്ങൾ എന്നോട് സോറി പറഞ്ഞെന്നോ നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തോളം എന്നോ. പാലസ് ഫുള്ള് തീ പിടിച്ചിരിക്കുകയായിരുന്നു. ആർക്കും കിങ്ങിനെ കുറിച്ചൊരു ചിന്തയുമില്ലായിരുന്നു. എല്ലാവരും നിന്റെ കവിളിലുള്ള ആ ചെറിയ മുറിവിനെ പറ്റിയായിരുന്നു ടെൻഷൻ അടിച്ചിരുന്നത് എന്നൊക്കെ ക്യൂൻ പറഞ്ഞത് കേട്ട് അതെന്റെ തെറ്റല്ലല്ലോ എന്ന് ഇയാൻ പറയുമ്പോൾ അത് നിന്റെ തെറ്റ് തന്നെയാണ്, നീ ഒരു റീജന്റ് ആണ് എന്ന് പറയുന്നു. റീജന്റ് എന്ന് വെച്ചാൽ കിങ്ങിന് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് അവിടുത്തെ നിയമകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇയാനാണ്. കിങ്ങിന് 8 വയസ്സ് മാത്രമായതുകൊണ്ട് ഇന്ന് റീജൻസ് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പൊളിറ്റീഷ്യൻസ് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്, ബിസിനസ്മാൻ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇയാൻ പറയുന്നത് കേട്ട് ഈ പൊളിറ്റീഷ്യൻസും ബിസിനസ്മാനും ഒക്കെ നിന്റെ കൂടെ നിൽക്കുന്നത് നീ അവർക്കൊരു സ്ഥാനം കൊടുത്തത് കൊണ്ടാണ്. കിങ് അല്ലെങ്കിലും നീ ക്രൗൺ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ക്യൂൻ പറയുമ്പോൾ ഇയാൻ അവന്റെ ചെറുപ്പത്തിലെ കാര്യം ഓർക്കുന്നു. കുഞ്ഞായിരുന്നപ്പോൾ എക്സാമിന് 100 മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇയാൻ അവന്റെ അച്ഛനടുത്ത് ചെല്ലുമ്പോൾ അവന്റെ അച്ഛൻ അവന് ഗ്രാൻഡ് പ്രിൻസ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നു. നീ എപ്പോഴും ഗ്രാൻഡ് പ്രിൻസ് ആയിരിക്കും, ഒരിക്കലും ക്രൗൺ പ്രിൻസിന്റെ സ്ഥാനത്തേക്ക് വരില്ല എന്ന് വെച്ചാൽ ഇയാൻ ഒരിക്കലും രാജാവാകാൻ സാധിക്കില്ല എന്ന്. ഇത് കേട്ട് ആ കൊച്ചു ഇയാന് വളരെ സങ്കടമാകുന്നുണ്ട്. ഇപ്പൊ ഇയാൻ ക്യൂനിനോട് ചോദിക്കുന്നു എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. അപ്പൊ ക്യൂൻ പറയുന്നത് നീ പെട്ടെന്ന് വിവാഹം കഴിക്കണം, അതും ഞാൻ പറയുന്ന കുട്ടിയെ. ഇവിടെ ഹീജുവിനോട് അവളുടെ അച്ഛൻ വിവാഹം കഴിക്കാൻ പറയുകയാണ്. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുമില്ല. എന്നെക്കാൾ താഴെയുള്ള ഒരാളെ ഞാൻ എന്തിനു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവളുടെ ബ്രദറും സിസ്റ്ററിൻലോയും അങ്ങോട്ട് വരുന്നത്. സിസ്റ്ററിൻലോ അവളോട് പറയുന്നു അച്ഛൻ പറഞ്ഞതുപോലെ കേൾക്കുക, അച്ഛൻ എത്രയോ കഷ്ടപ്പെട്ടാണ് നിനക്ക് വേണ്ടി ഒരാളെ കണ്ടുപിടിച്ചത്. അറേഞ്ച് മാരേജ് ആകുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഹീജു ഒരു അവിഹിത സന്തതി ആയതുകൊണ്ട് അവൾക്ക് മാരി ചെയ്യാൻ ആളെ കിട്ടാനാണ് എന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ട ഹീജു ഓ നീ അപ്പൊ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ട് നിനക്ക് എന്റെ ബ്രദറിനെ അല്ലേ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് അവളുടെ അച്ഛൻ ഒന്ന് നിർത്ത്, നീ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നേക്കാൾ താഴെയുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല. എന്നെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കാനല്ല അച്ഛൻ്റെ ഉദ്ദേശം. എൻ്റെ ബിസിനസ്സൊക്കെ നിങ്ങളുടെ മൂത്ത മകന് കൊടുത്തിട്ട് എന്നെ ഒരു സക്സസ് ആവാത്ത ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല അച്ഛൻ്റെ പ്ലാൻ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇപ്പൊ പ്രിൻസിനോട് ഹ്യൂൻ ചോദിക്കുകയാണ് നിങ്ങൾ ശരിക്കും വിവാഹം കഴിക്കാൻ പോവുകയാണോ? എന്നു മുതലാ നിങ്ങൾ അവര് പറഞ്ഞ കേൾക്കാൻ തുടങ്ങിയത്? ക്യൂൻ നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ലല്ലോ, ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കും വേണം, അതും അവര് പറഞ്ഞ കുട്ടിയെ വേണമെന്ന് അവരെന്തുകൊണ്ട് വാശി പിടിക്കുന്നത്? ഇതിനു പുറകിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാകും എന്നൊക്കെ അവൻ പറഞ്ഞത് കേട്ട് എന്നു മുതലാ നീ ഇങ്ങനെ ധിക്കരിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് പ്രിൻസ് ചോദിക്കുമ്പോൾ അവൻ സോറി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കേട്ട് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നു. ഹീജു ഓഫീസിൽ വന്നിട്ട് അവളുടെ അച്ഛനോടുള്ള ദേഷ്യമൊക്കെ അവളുടെ സ്റ്റാഫിനോട് തീർക്കുന്നു. അവളുടെ സെക്രട്ടറി അവളൊന്ന് കൂളാക്കാൻ വേണ്ടി അവൾക്ക് തീയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രിൻസ് ആണെങ്കിൽ പാലസ് വിട്ട് പോവുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ലോർഡ് ഇൻപിയോങ് വരുന്നത്. നിങ്ങൾ പാലസ് വിട്ട് പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ കിങ്ങിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ബിസി ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ദിവസം എന്റെ പ്രൈവറ്റ് റെസിഡൻസിൽ പോയി നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പ്രിൻസ് പറയുന്നത് കേട്ട് അവിടെ നിങ്ങളെ ആരാ പ്രൊട്ടക്ട് ചെയ്യുക, അവിടെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവില്ലേ എന്നും പറഞ്ഞ് പ്രിൻസ് അവിടെ നിന്ന് പോകുന്നു. ഇംപിയോങ് അങ്ങനെ ക്യൂനെ കാണാൻ വന്നിരിക്കുകയാണ്. എൻ്റെ മകന്റെ അതായത് കിങ്ങിന്റെ ബർത്ത്ഡേക്ക് ഇയാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്, അതും
ഹണ്ടിങ്ങിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട്. അവിടെയാണെങ്കിൽ ഫയർ ഇൻസിഡന്റ് നടന്നു. ഇതെല്ലാം ഇയാനാണ് ചെയ്തത് എന്ന് പറയുന്നത് കേട്ട് ഇംപിയോങ് പതുക്കെ പറയാൻ പറയുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരും അവനെ സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ക്യൂൻ പറയുമ്പോൾ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ തന്റെ അച്ഛനും അമ്മയും ബ്രദറും മരിച്ചതിനു ശേഷവും ഇയാൻ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ക്രൗൺ അവൻ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് പൊളിറ്റീഷ്യൻസും ബിസിനസ്മാനൊക്കെ അവനെ സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് പ്രശ്നം. ഇയാൻ ഒരു കിങ്ങിനെ പോലെ ബിഹേവ് ചെയ്യുകയാണ് എന്ന് ക്യൂൻ പറയുന്നു. ഹീജു അവളുടെ അച്ഛൻ അയച്ച കുറെ പ്രപ്പോസൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും നല്ലതില്ലല്ലോ. നല്ല ഭംഗിയുള്ള ആളുമില്ല, ബിസിനസ്സിൽ നല്ല റാങ്കിങ് ഉള്ള ആളുമില്ല. റിക്വസ്റ്റ് വന്നതൊക്കെ ബിസിനസ്മാൻ ആയത് കണ്ട് പൊളിറ്റീഷ്യൻസ് ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ സെക്രട്ടറി പറയുന്നു, പൊളിറ്റീഷ്യൻസ് ഒന്നും ബിസിനസ് ചെയ്യുന്നവരെ വിവാഹം കഴിക്കില്ല. അതെന്താ അങ്ങനെ? അവർക്ക് പൈസ വേണമല്ലോ, പക്ഷെ അവർക്ക് ബിസിനസ് ചെയ്യുന്നവരെ പറ്റില്ലേ എന്ന് ഹീജു ചോദിക്കുമ്പോൾ, ബിസിനസ് ചെയ്യുന്നവർക്ക് ടാക്സ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് പൊളിറ്റീഷ്യൻസ് അവരിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുകയാണ് ചെയ്യുക എന്ന് ദോ പറയുന്നു. ഞാൻ ചോദിക്കുന്നത് എന്റെ സൗന്ദര്യത്തിനൊത്ത, എന്റെ ഇന്റലിജൻസിനൊത്ത ഒരാളെയല്ലേ, അത് അത്രയ്ക്ക് തെറ്റാണോ? റോയൽ ഫാമിലിയിലെ ആരെയും വിവാഹം കഴിക്കാൻ ഞാൻ ചോദിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അവൾക്കൊരു ഐഡിയ വന്നത്. പ്രിൻസ് ചിത്രം വരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഹിയോൻ വന്നിട്ട് അവനെ കുറിച്ച് വന്ന ന്യൂസ് കാണിച്ചു കൊടുത്തുകൊണ്ട്, ഇത് കണ്ടില്ലേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഹണ്ടിങ് ഡ്രസ് ഇട്ട് പോകരുത് എന്ന്. ഇപ്പോൾ ഈ ഓർക്കിഡ് വരച്ച് നിൽക്കാനുള്ള സമയമല്ല, ഈ ന്യൂസ് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിൻസ് ചോദിക്കുന്നു, ഫയർ ഇൻസിഡന്റിനെ കുറിച്ചിട്ട് ന്യൂസ് ഒന്നും വന്നില്ലല്ലോ, ഇപ്പോൾ എന്റെ പേരിലെ ട്രെൻഡിങ് എന്ന്. അടുത്ത ദിവസം ദോ ഓഫീസിലേക്ക് വരുമ്പോൾ അവരുടെ സ്റ്റാഫൊക്കെ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഹാൻസം ആല പ്രിൻസിനെ കാണാൻ. പൊളിറ്റീഷ്യൻസ് ഒക്കെ എന്തായാലും പ്രിൻസിന്റെ കൂടെ നിൽക്കുള്ളൂ, കാരണം സാധാരണക്കാരൊക്കെ പ്രിൻസിനെ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷെ പാലസിലുള്ളവർക്കൊക്കെ പ്രിൻസ് ആ ഡ്രസ്സ് ഇട്ടതിന്റെ പേരിൽ വലിയ പ്രശ്നമുണ്ട്. ന്യൂസിൽ പ്രിൻസ് ഹണ്ടിങ് ഡ്രസ്സ് ഇട്ടതിനെ കുറിച്ച് കോൺട്രവേഴ്സി ആയിട്ട് പറയുന്നതെങ്കിലും ആളുകളൊക്കെ പ്രിൻസിന്റെ ലുക്ക് കണ്ട് അഡ്മയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ദോ അങ്ങനെ ഹീജുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവളും ആ ന്യൂസ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് ദോ അവളോട് ചോദിക്കുന്നു, ഓഫീസിൽ എല്ലാവരും ഈ ന്യൂസ് ആണ് കാണുന്നത്, നിനക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീജു ചിരിച്ചുകൊണ്ട് പറയുന്നു, പ്രിൻസിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്. പ്രിൻസ് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഹിയോൻ വന്നിട്ട് അവന്റെ ഭാഗം മീഡിയയോട് പറയാൻ പറയുകയാണ്, നീ കിങ്ങിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയല്ല ആ ഡ്രസ്സ് ഇട്ടതെന്നും നീ സ്റ്റൈൽ ആവാൻ വേണ്ടി മീഡിയയുടെ അറ്റൻഷൻ കിട്ടാനാണ് ആ ഡ്രസ്സ് ഇട്ടതെന്നും പറയണം. ഹീജുവിന്റെ മൈൻഡിൽ വന്ന ഐഡിയ പ്രിൻസിനെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. ഇത് കേട്ട ദോ, അതൊരിക്കലും നടക്കില്ല, നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് റോയൽ ഫാമിലിയാണ്, നീ കുടിച്ച് ബോധമില്ലാതെ പറയുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലല്ലോ, എന്നെ പോലെ സുന്ദരിയായ ഇന്റലിജന്റ് ആയ വെൽത്തി ആയ ആളെ വേറെ എവിടെ കിട്ടും എന്ന് ഹീജു പറയുന്നു. എന്തായാലും നീ വേറെ ആരോടും ഈ കാര്യം പറഞ്ഞില്ലല്ലോ, എന്നോട് മാത്രമല്ല പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഹീജു അതെ എന്ന് പറയുമ്പോൾ ദോക്ക് ഒരു സമാധാനമാകുന്നു. അപ്പോഴാണ് ഹീജു പറയുന്നത്, ഞാൻ ഓൾറെഡി പ്രിൻസിന് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഹ്യോങ് പ്രിൻസിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, റോയൽ ഓഡിയൻസിൽ നിന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, PM-ന്റെ ഓഫീസിൽ നിന്നും ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, നീ ഇപ്പോൾ വളരെ ഫേമസ് ആയില്ലേ. അത് മാത്രമല്ല കാസ്റ്റിൽ ഗ്രൂപ്പിന്റെ CEO ആയ സൊങ് ഹീജുവിന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഹീജു അവളുടെ ഐപാഡ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ റിക്വസ്റ്റ് റിജക്റ്റ് ആയ മെസ്സേജ് വരുന്നത്. ഇത് കണ്ട ദോ പറയുന്നു, ഇത്രയ്ക്ക് ബിസിയായ പ്രിൻസ് നിന്നെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് തരുമോ എന്ന്. അത് കേട്ട് ഞാനും ബിസി അല്ലേ എന്ന് ഹീജു പറയുമ്പോൾ, അതുപോലെയാണോ ഇയാൻ, അവനൊരു റീജന്റ് അല്ലേ, കിങ്ങിന്റെ ഡ്യൂട്ടി ഒക്കെ അവനല്ല ചെയ്യുന്നത്, നീ ഒരു റീസൺ പോലും നിന്റെ റിക്വസ്റ്റിൽ അയച്ചിട്ടില്ല, അങ്ങനെയുള്ളപ്പോ അവന്റെ വിലപ്പെട്ട സമയം എങ്ങനെയാ നിനക്ക് വേണ്ടി തരിക. ഇത് കേട്ട് ഹീജു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് റിക്വസ്റ്റ് അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ആ കാര്യം ഒന്നും മിണ്ടാതെ നിൽക്കുമോ, ഇതാരെങ്കിലും കേട്ടാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യാം എന്നൊക്കെ എന്തോ പറയുന്നു. പ്രിൻസ് അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഹിയോൻ ചോദിക്കുകയാണ്, നീ എന്തേ എപ്പോൾ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നോട് പിന്നെ എന്തിനാ ഈ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഫുഡ് അവരോട് കഴിക്കാൻ പറയുന്നു. ഇത് കേട്ട ഹിയോൻ, ഓ നീ എന്നെ കുറിച്ച് ഇത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നോ, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട പ്രിൻസ് ആ ഫുഡ് കഴിച്ചിട്ട് മിണ്ടാതെ നിൽക്കാൻ പറയുന്നു. നിന്റെ സംസാരം കാരണം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹീജു വീണ്ടും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആ കാര്യം ഹ്യുൻ പ്രിൻസിനോട് പറയുന്നു. ആദ്യം അവൾ കാസ്റ്റിൽ ഗ്രൂപ്പിന്റെ CEO ആയ ഹീജു എന്ന പേരിലാണ് അയച്ചത്. ഇപ്രാവശ്യം കാസ്റ്റിൽ ഗ്രൂപ്പിന്റെ സങ് ഹ്യോൻസിക്കിന്റെ രണ്ടാമത്തെ മകൾ എന്ന പേരിലാണ് അയച്ചത്. അങ്ങനെ ഹീജുവിന്റെ ആ റിക്വസ്റ്റ് റിജക്റ്റ് ആവുന്നു. റിജക്റ്റ് ആയത് കൊണ്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൾ അവളുടെ തോൽവി സമ്മതിക്കുന്നില്ല. ഇപ്രാവശ്യം റിക്വസ്റ്റിന്റെ കൂടെ റീസണും ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും റിക്വസ്റ്റ് അയക്കുന്നു. അങ്ങനെ അതും റിജക്റ്റ് ആകുമ്പോൾ അവൾ ആർക്കുന്നു. അവൾ തോൽവി സമ്മതിച്ചിട്ടില്ല. അവൾ വീണ്ടും റിക്വസ്റ്റ് അയക്കുന്നു. ഹ്യോൻ ആണെങ്കിൽ ഓരോ തവണ പ്രിൻസിന്റെ അടുത്ത് ഹീജുവിന്റെ റിക്വസ്റ്റിനെ കുറിച്ച് പറയാൻ വരുന്നുണ്ടെങ്കിലും അത് ഫുൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻസ് പറയുന്നു. പെട്ടെന്നാണ് ഹീജുവിന് ഓർമ്മ വന്നത്, അന്ന് കൊട്ടാരത്തിൽ വെച്ച് എന്റെ ജൂനിയർ പറഞ്ഞാൽ എന്തും ഞാൻ ചെയ്തു തരില്ലേ എന്ന് പ്രിൻസ് പറഞ്ഞത്. അങ്ങനെ ഇപ്രാവശ്യം അവൾ റിക്വസ്റ്റ് വെക്കുമ്പോൾ ജൂനിയർ എന്ന പേരിൽ അയക്കുന്നു. അങ്ങനെ ഇപ്രാവശ്യം ഹ്യോൻ വന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻസ് പറയുന്നു. തന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ആയത് കണ്ട് ഹീജുവിന് ഒരുപാട് സന്തോഷമാവുന്നു.
ഇപ്പൊ ഹീജു പ്രിൻസിനെ കാണാൻ വേണ്ടി അവന്റെ പ്രൈവറ്റ് റെസിഡൻസിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ കണ്ടുമുട്ടുമ്പോൾ പ്രിൻസ് അവരോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? നീ ഒരുപാട് പേരിൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ഏത് പേരാണോ ഇഷ്ടം ആ പേര് വിളിക്കാമെന്ന് ഹീജു പറയുന്നു. നീ എന്തിനാ എന്നെ കാണണം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു റെഡ് എൻവലപ്പ് എടുത്ത് വെച്ച്, എനിക്കൊരു പ്രപ്പോസൽ തരണമായിരുന്നു എന്നും പറഞ്ഞ് ലെറ്റ്സ് ഗെറ്റ് മാരിഡ് എന്ന് ഹീജു പറയുന്നു. ഇത് കേട്ട് പ്രിൻസ് ചിരിക്കുന്ന ഫേസ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. എന്താണ് പ്രിൻസ് മറുപടി പറഞ്ഞത്, അവളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ എന്നൊക്കെ അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നത് വരെ ബൈ.